1984 ജനുവരി 19 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെയാണ് ഇന്ത്യയിലേക്ക് ഹോണ്ടയുടെ പ്രവേശനം ഉണ്ടാവുന്നത്. ഇന്ത്യയിൽ ഹോണ്ട ഹീറോ സൈക്കിൾസുമായി ചേർന്ന് മോട്ടോർ സൈക്കിളുകൾ നിർമ്മിക്കാനും കൈനറ്റിക് എഞ്ചിനീയറിംഗുമായി ചേർന്ന് 2 സ്ട്രോക്ക് സ്കൂട്ടറുകൾ നിർമ്മിക്കാനും കരാറിൽ ഏർപ്പെടുന്നു. 85 പുറത്തിറങ്ങിയ ഹീറോ ഹോണ്ട CD100 ആണ് ഈ സീരീസിലെ ആദ്യത്തെ വാഹനം. പിന്നീട് 1989 പുറത്തിറങ്ങിയ സ്ലീക്ക്, 94 ഇറങ്ങിയ സ്പ്ലെൻഡർ, 97 ഇറങ്ങിയ സ്ട്രീറ്റ്, 2000 ഇറങ്ങിയ പാഷൻ, 2003 ഇറങ്ങിയ കരിസ്മ എന്നിങ്ങനെ പല ജനപ്രിയ മോഡലുകളും ഹീറോ ഹോണ്ട പുറത്തിറക്കുന്നുണ്ട്. അതുപോലെ 85 ഇറങ്ങിയ കൈനറ്റിക് ഹോണ്ട എന്ന 2 സ്ട്രോക്ക് സ്കൂട്ടർ ഒരു കാലത്ത് കേരളത്തിൽ സ്ഥിരമായി കാണാമായിരുന്നു ഒന്നാണ്. 1999 ആക്റ്റീവ എന്ന 4 സ്ട്രോക്ക് സ്കൂട്ടർ ഇറങ്ങിയതോടെയാണ് കൈനറ്റിക് ഹോണ്ടയുടെ പ്രതാപം അസ്തമിക്കുന്നത്. 2010-11 കാലത്ത് ഇന്ത്യയിലെ സകല ജോയിന്റ് വെഞ്ചറുകളും അവസാനിപ്പിക്കുന്ന ഹോണ്ട കമ്പനി നിലവിൽ ഹോണ്ട എന്ന ബ്രാൻഡ് നെയിമിൽ തന്നെയാണ് പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നത്. തുടക്കത്തിൽ 2-4 ചക്ര വാഹനങ്ങളുടെ നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഹോണ്ട കമ്പനി ഇന്ന് ജനറേറ്ററുകൾ, ഫാമിംഗ് യന്ത്രങ്ങൾ, മറൈൻ ഏവിയേഷൻ എഞ്ചിനുകൾ, ഫ്യൂൽ സെല്ലുകൾ തുടങ്ങി റോബോട്ടുകൾ വരെയുള്ള നിരവധി പുതിയ ഉൽപ്പന്നങ്ങളും ഇതര സേവനങ്ങളും ഓഫർ ചെയ്യുന്ന 357ഓളം ഇൻഡിപെൻഡന്റ് കമ്പനികൾ ഉൾപ്പെടുന്ന വലിയൊരു പ്രസ്ഥാനമാണ്.